ജോർജ് സോറോസ് ബന്ധത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. രാജ്യത്തെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനയ്ക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് ബി.ജെ.പി. ദേശീയ വക്താവും എം.പിയുമായ സുധാൻഷു ത്രിവേദി. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ സോറോസ് ഫണ്ട് നൽകുന്ന ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റായത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസ് സാമ്പത്തികം നൽകുന്ന ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷനിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ കോ പ്രസിഡന്റാണെന്ന റിപ്പോർട്ടിന്മേൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉയരുന്നത്. സോണിയ കോ പ്രസിഡന്റായ ഫൗണ്ടേഷൻ തുടർച്ചയായി ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും കാശ്മീർ സ്വതന്ത്രമാക്കണമെന്നും നിലപാടുള്ള ഫൗണ്ടേഷന്റെ തലപ്പത്ത് എങ്ങനെ കോൺഗ്രസ് നേതാവ് സോണിയ എത്തിയെന്നതിൽ ഉത്തരം പറയണമെന്ന് ബി.ജെ.പി. ദേശീയ വക്താവും എം.പിയുമായ സുധാൻഷു ത്രിവേദി ആവശ്യപ്പെട്ടു. कि ये फोरम फॉर डेमोक्रेटिक लीडर्स ऑफ एशिया पैसिफिक से आपका क्या संबंध है, साफ साफ बताइए. और इसमें जिस प्रकार से भारत विरोधी और पाकिस्तान समर्थक बातें कही जा रही हैं, वो आपकी सहमति से हैं या आपकी दुरभिसंधि के साथ हैं? विद योर कॉग्निजेंस एंड कोहेरेंस वी वांट अ क्लियर कट आंसर. इसमें श्रीमती सोनिया गांधी जी का सीधे सीधे नाम है. രാഹുലിന്റെ ഭാരത് ചോഡോ യാത്രയ്ക്ക് ജോർജ് സോറോസിന്റെ പണം ലഭിച്ചു. ഭാരതത്തിനെതിരെ തുടർച്ചയായി ചില വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നതും കോൺഗ്രസ് അത് ഏറ്റെടുത്ത് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതും യാദൃശ്ചികമായിരുന്നില്ലെന്നും കോൺഗ്രസിന്റെ കൈ രാജ്യദ്രോഹികൾക്കും വിദേശ ഗൂഢാലോചനയ്ക്കുമൊപ്പമാണെന്നും സുധാൻഷു ത്രിവേദി കുറ്റപ്പെടുത്തി. इस फोरम की फंडिंग जॉर्ज सोरस से हो रही है, सोरस फाउंडेशन से है, जिसके एक नहीं अनेक व्यवस्थित उदाहरण मौजूद है. सलील शेट्टी जो कि उनकी फाउंडेशन के वाइस प्रेसिडेंट भी हैं, राहुल गांधी जी के साथ उनकी फोटो उपलब्ध है जो वो अपनी तथाकथित भारत जोड़ो यात्रा में चल रहे हैं. ये രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും നേതാക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഒളിച്ചോടാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ആരോപണം തെറ്റാണെങ്കിൽ അത് തെളിയിക്കാനും കോൺഗ്രസിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, ഡൽഹി.